ഞാൻ രേഖ. എൻ്റെ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു പനീർ ചട്പട്ടയാണ്. അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ 2 സവാള എടുത്തിട്ടുണ്ട്. ഒരെണ്ണം ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, ഒരെണ്ണം വലിയ കഷ്ണങ്ങളാക്കിയാണ്. ഒരു ടൊമാറ്റോ പ്യൂരി എടുത്തിട്ടുണ്ട്, ടൊമാറ്റോയുടെ പ്യൂരി എടുത്തിട്ടുണ്ട്. 3 ക്യാപ്സിക്കം, ഒരു പച്ചമുളക്, ടൊമാറ്റോ കെച്ചപ്പ്, 300 ഗ്രാം പനീറാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. മസാലയുടെ അളവുകളൊക്കെ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബട്ടർ വേണം, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, തൈര്, ഇത്രയാണ് വേണ്ടത്. 3 ക്യാപ്സിക്കത്തിൽ 2 ക്യാപ്സിക്കം വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു ക്യാപ്സിക്കം ഇത്തിരി വലുതാക്കിയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഈ ഒരു പാൻ വെച്ച് എണ്ണ ചൂടായി അതിലേക്ക് നേർത്തതായിട്ട് അരിഞ്ഞ സവാള ഇട്ട് വഴറ്റാൻ വെച്ചൊന്ന് സോഫ്റ്റ് ആകുന്നിടം വരെ വഴറ്റണം. ആ സമയത്ത് തന്നെ വേറൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു കഷ്ണം ബട്ടർ ഇട്ടിട്ട് ഇവിടെ പനീർ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ സവാള സോഫ്റ്റ് ആയിട്ടുണ്ട്. അതിലേക്ക് ഒരു പച്ചമുളക് അരിഞ്ഞതും ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന ക്യാപ്സിക്കവും ചേർക്കുന്നു. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർക്കുന്നു. ഇത് പനീർ ഒരുവിധം ഷാലോ ഫ്രൈ ആയിട്ടുണ്ട്. അതിലേക്ക് ഒരു സവാള വലിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞതും ക്യാപ്സിക്കം ഒരെണ്ണവും കൂടെ ചേർക്കുന്നു, കഷ്ണങ്ങളാക്കി അരിഞ്ഞത്. ഇവിടെ ക്യാപ്സിക്കം ഉള്ളിയൊക്കെ ഒരുവിധം ആയിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂണിൻ്റെ പകുതി പെപ്പർ പൗഡർ ചേർക്കുന്നു. ജീരക പൗഡറും 1 ടീസ്പൂണ്, കസൂരി മേത്തി 1 ടീസ്പൂണ്, കുറച്ച് മല്ലിയില ചേർത്ത് ഒന്ന് ഇളക്കുന്നു. എന്നിട്ട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു ടൊമാറ്റോയുടെ പ്യൂരിയും ചേർത്ത് അടച്ചു വെച്ച് വേവിക്കുന്നു. നമ്മുടെ പനീർ ഒരുവിധം ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടെ ചേർത്ത് മല്ലിയിലയും ചേർത്ത് മാറ്റി വയ്ക്കുന്നു. ഉപ്പ് പോരെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ചേർക്കുക. ഒരു കഷ്ണം ബട്ടറും ചേർക്കുന്നു. നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ തൈര് ചേർക്കുന്നു. 1 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്. ഉപ്പ് പോരെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ചേർക്കുന്നു. എന്നിട്ട് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പനീറും ക്യാപ്സിക്കവും കൂടെ ചേർത്ത് അതിലേക്കിട്ട് ഇളക്കുന്നു. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. താങ്ക് യു.